യെസ്. അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ട് മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ ഉപയോഗം എന്താണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ facebook.com എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ടാവില്ല. ആ പേജിലോട്ടായിരിക്കും സൈൻ ഇൻ ആകുന്നത്. നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിലോട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ടായിരിക്കും സൈൻ ഇൻ ആകുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റിയ അക്കാദമി എന്നുള്ള ഒരു പേജിലോട്ടാണ് ഇവിടെ ലോഗിൻ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ പേജ് ഏതാണെന്ന് ഓൾറെഡി ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേജിലോട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ കാണാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഏത് അക്കൗണ്ടാണ് അതിൻ്റെ പേര് കാണാൻ പറ്റും. ഡാഷ്ബോർഡ് ഉണ്ട്, ആഡ്സ് മാനേജർ ഉണ്ട്, ഇതിൻ്റെ താഴെ ആഡ് സെൻറ്റർ ഉണ്ട്, അതിൻ്റെ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലാൻഡിങ് ചെയ്യുന്നത് എങ്ങോട്ടാണെന്ന് നോക്കാം. അപ്പോൾ മെറ്റാ ബിസിനസ് സ്യൂട്ടിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ടുള്ള, അപ്പോൾ നമുക്ക് 28K ഫോളോവേഴ്സ് ഉണ്ട്, 6.6K ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സുള്ള കൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഇവിടെ എന്തെങ്കിലും നമ്മളെ പേജിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലൊക്കെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവിടെ അറിയിക്കും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമും കണക്റ്റഡ് ആണ്. കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണക്ട് ചെയ്യാനും പറ്റും. ഓക്കെ. അതിലുള്ള ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ പോയി കഴിഞ്ഞാൽ ഹോം ഉണ്ട്, നോട്ടിഫിക്കേഷൻ, ആഡ്സ് മാനേജർ കാണാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിലോട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ബിസിനസ്സുമായി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മൾ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ, റീലുകൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ താഴോട്ട് സ്റ്റോറീസ്, നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇവിടെ മാനേജ് ചെയ്യാൻ ഇത് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഇവിടെ പ്ലാനർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എങ്ങനെയാണ് നമ്മളെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യേണ്ടത്, ഇപ്പം നമുക്ക് പുതിയ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇന്ന് ടുഡേ നമ്മൾക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ആ ഓപ്ഷൻസ്, പോസ്റ്റ് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇനി പുതുതായിട്ടൊരു പോസ്റ്റ് ഇടണമെന്നുണ്ടെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്ന് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഏത് ഡേറ്റിനാണ് അടുത്ത പോസ്റ്റ് വരേണ്ടത്. ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ പ്ലാനർ എന്നുള്ള ഓപ്ഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ബാക്കോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അടുത്തത് കാണാൻ പറ്റും. ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ 5 കമന്റ് വന്ന് കിടക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മളെ ഓരോ വീഡിയോക്ക് വന്നിട്ടുള്ള കമന്റ്സ് കാര്യങ്ങൾ കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ, ഒരു കുടക്കീയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ബിസിനസ് സ്യൂട്ട് എന്നുള്ളത്. വേറെ വലിയൊരു കോംപ്ലിക്കേറ്റഡ് ഒന്നല്ല, സിമ്പിൾ ആയിട്ട് എനിക്ക് മനസ്സിലാകുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ, അപ്പോൾ നമ്മൾ ആഡ് കാര്യങ്ങളൊക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ വീഡിയോസിന്റെ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പുതിയൊരു പോസ്റ്റ് നമ്മൾ റൺ ചെയ്യുന്ന ആ ഡീറ്റെയിൽ, അപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, ചുരുക്കി പറഞ്ഞാൽ. ഓക്കെ. അതെല്ലാം ഇവിടുന്ന് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിന്റെ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും, ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാനൊക്കെ പറ്റും. ഓക്കെ. അതിവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ താഴോട്ട് വന്ന് ആഡ്സ് മാനേജർ, നിങ്ങൾ ആഡ് ഇൻസ്റ്റഗ്രാമിൽ ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് നമ്മൾ വരുന്നുണ്ട് അടുത്ത സെഷൻസിൽ എങ്ങനെ ആഡ് റൺ ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിവിടെ കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ ഇൻബോക്സ് എന്ന സെഷൻ ഉണ്ട്. ഇൻബോക്സിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, ഇവിടുന്ന് എല്ലാം നമുക്ക് ഇവിടെ ഇൻസ്റ്റഗ്രാമിൽ വന്ന മെസ്സേജ് ഒക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ മെസ്സഞ്ചറിൽ വന്ന എല്ലാ ആളുകൾ നമ്മൾ മെസ്സഞ്ചർ, ഫേസ്ബുക്കിന്റെ മെസ്സഞ്ചറിൽ വഴി ആളുകൾ ചാറ്റ് ചെയ്യാൻ, അത് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. എല്ലാ മെസ്സേജും മാനേജ് ചെയ്യാം. മെസ്സഞ്ചർ ഉണ്ട്, അതിൽ ഇൻസ്റ്റഗ്രാം ഉണ്ട്. ഇൻസ്റ്റഗ്രാമിന്റെ ആക്സസ് ഒക്കെ നമ്മൾ റെഡിയാക്കി കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന എല്ലാ മെസ്സേജസും നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിൽ വാട്സപ്പായിട്ട് നമ്മൾ അക്കൗണ്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വന്ന മെസ്സേജസും നമുക്ക് ഇവിടെ, ഇത് പുതിയൊരു ഫീച്ചറാണ്, മറ്റേയുടെ പുതിയൊരു ഫീച്ചറാണ്. വാട്സപ്പ് അക്കൗണ്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാട്സപ്പ്, നമ്മൾ ബിസിനസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇവിടെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കുടക്കീയിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമും മെസ്സഞ്ചറും അതുപോലെ ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒറ്റൊരു പ്ലാറ്റ്ഫോം ആണ് ബേസിക്കലി എന്ത് പറഞ്ഞാൽ മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ. എല്ലാ കമന്റ്സുകളും കാര്യങ്ങളും, അപ്പം നമുക്ക് ഒരു കമ്പനിയിൽ എംപ്ലോയി ഉണ്ടെങ്കിൽ, ബിസിനസ് സ്യൂട്ട് മാനേജ് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് നമ്മളെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്, യൂട്യൂബ് അല്ലാത്ത ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ChatGPT, Gemini, Grok തുടങ്ങിയ AI ടൂൾസ് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ബിസിനസ് സ്യൂട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. എല്ലാം ഒറ്റ കുടക്കീയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാം.
പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യാൻ ഓപ്ഷൻസ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമാണ് മെറ്റാ ബിസിനസ് സ്യൂട്ട്. ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ വലിയ കണ്ടന്റ്സും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓരോ കോണ്ടന്റ്സ് നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ടാബുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കോണ്ടന്റ്സ് ആണെങ്കിൽ ഇവിടെ പോസ്റ്റ്, സ്റ്റോറീസ്, ഫീഡ്സ്, മെൻഷൻ ടാഗ്, ഓരോന്നും ഷെഡ്യൂൾ ചെയ്ത പോസ്റ്റുകൾ, പബ്ലിഷ്ഡ് പോസ്റ്റ്, ഡ്രാഫ്റ്റ് ഉള്ളത് ഏതാണ്, ഇതെല്ലാം നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓരോ നിങ്ങൾക്ക് എടുത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഏത് ചാനൽ സബ്സ്ക്രിപ്ഷൻ മോഡൽ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനത്തെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓക്കെ. പിന്നെ കോണ്ടന്റ്സിൽ ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ ക്രിയേറ്റർ മാർക്കറ്റ് പ്ലേസ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും സാധനം വിൽക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇത് വെരിഫൈ ചെയ്തതിന് ശേഷം, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്കിവിടെ നമ്മൾ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് പ്ലേസ് ലിസ്റ്റ് ചെയ്ത് വിൽക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. പ്ലാനർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അത് എങ്ങനെ പോസ്റ്റ് ഷെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനാണ്. ആഡ് റൺ ചെയ്യണമെങ്കിൽ ആഡ്സിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ആഡ്സ് മാനേജറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും ആഡ് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ, അതിന് എത്ര വ്യൂസ് കിട്ടി, എത്ര എൻഗേജ്മെന്റ്, ലൈക്സ് കിട്ടിയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസൈറ്റ്സ് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. ഇൻസൈറ്റിൽ നമ്മളുടെ പെർഫോമൻസ്, നമ്മുടെ പേജിന്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാം. ലാസ്റ്റ് വീക്കിൽ 13K റീച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ പ്ലാറ്റ്ഫോം ആയിട്ട് നിങ്ങൾക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ടിനെ കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഇൻസൈറ്റ്സിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഒക്കെ എനാബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ഏർണിങ്സ് ഇവിടെ കിട്ടി, സബ്സ്ക്രിപ്ഷൻ എത്ര വന്നു, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ആൾ ടൂൾസ് ഉള്ള ഓപ്ഷൻ ആണ് വരുന്നത്. ഇതിൽ എല്ലാ ടൂൾസും നമുക്ക് ഇതിൽ ഒറ്റതിൽ തന്നെ ഇവിടെ കാണാൻ പറ്റും. പ്ലാനർ, മറ്റുള്ള കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ബാക്കിയുള്ള നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ബിസിനസ് സ്യൂട്ടിനെ കുറിച്ച് ഓവറോൾ നിങ്ങൾക്ക് പറയാനുള്ളത്. വളരെ സിമ്പിൾ ആണ് വരുന്നത്. ലാസ്റ്റിക്ക് നിങ്ങൾക്ക് ബിസിനസ് പോർട്ട്ഫോളിയോ എന്നുള്ള ഓപ്ഷൻ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ.